രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടരുന്ന കടും പിടുത്തം പലവിധ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഹുൽ യു.ഡി.എഫിന്റെ ഭാഗമല്ല എന്ന് സതീശൻ ആവർത്തിക്കുമ്പോൾ രാഹുൽ അനുകൂലികളും നിലപാട് കടുപ്പിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നും കൂട്ടത്തിലൊരാൾക്ക് കേസ് വരുമ്പോൾ വിഷമമുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ വിഷയത്തിൽ ആരാണ് പ്രതിക്കൂട്ടിലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുമുണ്ട്. രാഹുലിനെതിരെ പോലീസിൽ പരാതിയില്ലായിരുന്നു. പക്ഷേ യു.ഡി.എഫ് നേതാക്കൾ ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. രാഹുലിന്റെ രാജിയുണ്ടായി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല ഇപ്പോൾ രാഹുൽ. CPM എന്ത് നടപടിയാണ് ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിക്കുന്നതെന്നും ബലാത്സംഗ കേസിലെ പ്രതികൾ ഇപ്പോഴും CPM-ലുണ്ട് എന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്ത്രീ പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായുണ്ട്. അപ്പോൾ CPM ആണ് യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് ആണ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ വിഷമമുണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്തരം കേസുകൾ വന്നതിൽ തനിക്ക് വിഷമമുണ്ട് എന്നാണ്. അയാൾക്കെതിരെ നടപടിയെടുത്തതും രാജിവെച്ചതുമെല്ലാം തന്നെ സന്തോഷമുള്ള കാര്യമല്ല. ഐക്യകണ്ഠേനയാണ് രാഹുലിനെതിരെ തീരുമാനമെടുത്തത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയാണ് തീരുമാനമെടുത്തത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. രാഹുലിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും പാർട്ടിയിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുവെന്ന ആരോപണത്തെക്കുറിച്ചും പ്രതികരണം ഇങ്ങനെയാണ്. ആരുടെയും പിന്തുണ ആഗ്രഹിച്ചല്ല പാർട്ടിയിൽ യുവാക്കളെ പിന്തുണച്ചത്. തുടക്കകാലത്ത് തനിക്ക് പാർട്ടിയിൽ നിരവധി അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അവഗണന ഉണ്ടാകരുത് എന്ന നിർബന്ധവുമുണ്ട്. പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല എനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ. വ്യാജ ഐഡികളിൽ നിന്നാണ് പ്രചരണമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കുടത്തിൽ സഭയിൽ എത്തുമോ എന്ന് ഇതുവരെ വ്യക്തമല്ല എന്നും ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരിച്ചിട്ടില്ല എന്നും അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളതെന്നതും ശ്രദ്ധേയമാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുമില്ല. രാഹുലിന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സവുമില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതായി സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ നിയമസഭയിൽ പാർട്ടി MLA-മാർക്ക് ഒപ്പമിരിക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.